ഒരുപാട് ആൾക്കാരെ വീഡിയോയിലുണ്ട് റോസ് ടൗണിലത്തെ ഫുഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മളും അതൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തോംസൺ കാസയിൽ കയറാതെ ഇവന്മാരും പിടിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് കൊടുന്നു. ബ്രൊക്കോളി ക്രീം സൂപ്പ് ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്ത്, കാരണം അതിൻ്റെ റേറ്റ് അത്ര ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി ഷെയർ ചെയ്ത് അത് എന്ന് പറഞ്ഞ് തീർന്നു. എന്നിട്ടൊന്നും നമുക്കിങ്ങനെ നോക്കിക്കുമ്പോഴാണ് ഞാൻ ഇവന്മാരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന്. കുഴപ്പമില്ല, അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ബീഫ് സ്റ്റീക്ക് ഈ ഒരു സാധനം കിട്ടി. വെൽഡൻ ആയിരുന്നു. അതിൽ ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ട് കഴിച്ച്. അത് ആദ്യമായിട്ടൊന്നും ഞാൻ സ്റ്റീക്ക് കഴിക്കുന്നത്. 3 പേരും കൂടി അതൊന്നും തൊടുമ്പത്തിന് ആ സാധനം അവിടെ കഴിഞ്ഞ്. പിന്നെയാണ് ഈ മൊറോക്കൻ റൈസ്. ഇത് പറഞ്ഞു വരുന്നത്, ഞങ്ങൾ 3 പേരും വിശന്നിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ പിടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഈ ഓർഡർ ചെയ്ത 3 ഫുഡ് മുന്നേ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. പക്ഷെ അത് പാടുമല്ലോ. സാധനം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൂടെ മാറണ്ടേ. ബില്ലാണെങ്കിൽ ഒരു 10,000-2000 രൂപയുടെ ബില്ലും. അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഞാൻ അവന്മാരോട് എന്ന് ഈ ബിരിയാണി കഴിക്കണ, നമ്മളെന്നും മന്തി ബിരിയാണിയും ബീഫും തന്നെ ഒരു മാറ്റി പിടിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ ഫുഡ് കഴിക്കാലോ എന്നൊരു പറഞ്ഞിട്ട് പിടിച്ചോണ്ടേ. പക്ഷെ അത് 8 നില പൊട്ടാണ് അവിടെ. വിശപ്പുണ്ട് മാറണില്ല. മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക 3 ആളും. അപ്പോൾ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ ആ ഫുഡുകളെ കുറിച്ച് ഒന്നും കൂടി വെയിറ്ററിന് പറയാനും അറിയണം. വെയിറ്റർ നല്ല രീതിയിൽ നിന്ന് പറഞ്ഞു തരാണ് ഞങ്ങൾ പെടണ്ടായിരുന്നു. വെയിറ്റർ ടേസ്റ്റോ ക്വാണ്ടിറ്റിയോ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതും നമ്മൾ ഒരുവിധം പെട്ടു. പക്ഷേ നന്നായിട്ട് ഈ ഫുഡുകളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ.